Hi all, welcome back. So today we'll be going to discuss articles. English articles are grammar one of the most important topics. Articles are discuss. We know that English has 3 articles, a, an and the. This is what we discuss. So my name is Parvati Baburaj. I'm one of the faculties at Xylem Languages. So let's start. Yes. So let's first see what are articles. What are articles? According to the Merriam-Webster dictionary, it is defined as small set of words or affixes such as a, an and the used with nouns to limit or give definiteness to the application. Yes. So we know we have parts of speech in English, right? So parts of speech il varatha oru karyana articles alle. Yes. പക്ഷേ എന്നാൽ ഈ ആർട്ടിക്കിൾസ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്തിൻ്റെ കൂടാണ് യൂസ് ചെയ്യുന്നത്? നൗണിൻ്റെ കൂടാണ് യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ആക്ച്വലി ആർട്ടിക്കിൾസ്? ആർട്ടിക്കിൾസ് ആർ നമുക്കൊരു വേർഡ്സ് എന്ന് പറയാൻ പറ്റില്ല. സേ ഇറ്റ് ഇസ് അഫിക്സസ്, കുഞ്ഞ് വേർഡ്സ് ആണ് അല്ലേ, കുഞ്ഞ് അഫിക്സസ് നമുക്കതിനെ വിളിക്കാം. ദീസ് ആർ ദ 3 അഫിക്സസ്. ഏതൊക്കെയാണത്? എ, ആൻ ആൻഡ് ദ. ദീസ് 3 അഫിക്സസ് ആർ യൂസ്ഡ് വിത്ത് നൗൺസ് to limit or give definiteness to the application. So where do we use it? We use it before nouns. Nounsന് മുമ്പ് for what? To limit. ലിമിറ്റ് ചെയ്യാൻ, അതിൻ്റെ ആപ്ലിക്കേഷൻ ലിമിറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നൗൺസിനെ എന്താണ്, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത് നമുക്ക് കാണിക്കണം. അതിൻ്റെ കൗണ്ട് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആർട്ടിക്കിൾസ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ടു ഗീവ് ഡെഫിനിറ്റ്നെസ് ടു ദി ആപ്ലിക്കേഷൻ, അതുപോലെ ഡെഫിനിറ്റ്നെസ് കൊടുക്കാൻ, അതായത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി, സ്പെസിഫൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ള സിറ്റുവേഷനിലും ഈ 3 ആർട്ടിക്കിൾസ് ആണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. സ്പെസിഫൈഡ് ആയോ, സ്പെസിഫൈഡ് ആയില്ലേ, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ, എങ്ങനെയൊക്കെ ഒരു നൗണിനെ ആക്ച്വലി ഒരു രീതിയിൽ മോഡിഫൈ ചെയ്യുന്ന കുഞ്ഞ് അഫിക്സസ് ആണ് ആക്ച്വലി ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ആർ ദ 3 ആർട്ടിക്കിൾസ് എ, ആൻ ആൻഡ് ദ. ആൻഡ് we categorize it into 2, definite article and indefinite articles. Okay, so which are definite articles or which are indefinite articles? നമുക്ക് indefinite articles ആയിട്ട് 2 എണ്ണമാണുള്ളത്, a and an, and definite article എന്നത് ഒരെണ്ണമേ ഉള്ളൂ, which is the. Okay, ഇനി എന്താണ് ഈ indefinite and definite articles എന്ന് പറയുമ്പം? as the name itself suggests, indefinite means specific അല്ലാത്തത്. അപ്പം ഒരു നൗണിനെ നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ടാത്ത സിറ്റുവേഷനിൽ വി യൂസ് എ ഓർ ആൻ. ആ സിറ്റുവേഷനിലാണ് എയും അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ ഒരു നൗണിനെ സ്പെസിഫൈ ചെയ്യേണ്ട സിറ്റുവേഷനിൽ അതിന് മുമ്പ് യൂസ് ചെയ്യേണ്ടത് എന്താണ്? ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ഇനിയും ഇതിൻ്റെ കുറച്ച് സിറ്റുവേഷൻസും കൂടെ ഉണ്ട്. ഏതൊക്കെ ഫെർദർ സിറ്റുവേഷൻ, ഇതാണ് ബേസിക് ഡിഫറൻസ് ഇത് തമ്മിലുള്ളത്. വൈ ഇറ്റ് ഇസ് കോൾഡ് ഇൻഡെഫിനിറ്റ് ആൻഡ് ദ അതർ വൺ വൈ ഇറ്റ് ഇസ് കോൾഡ് ഡെഫിനിറ്റ് എന്നുള്ളത്. നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദ അതർ സിറ്റുവേഷൻസ് വെയർ വി കെൻ യൂസ് ആൻ എ ഓർ ആൻ ഓർ ദ. ഓക്കെ, യെസ്. ഫസ്റ്റ് ലെറ്റ്സ് സീ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻ. ആൻ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? സോ വി ഹാവ് ഓൾറെഡി സെഡ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടാത്ത ഒരു സിറ്റുവേഷനിൽ നൗണിന് മുമ്പ് ആൻ അല്ലെങ്കിൽ എ യൂസ് ചെയ്യും. ഇനിയും ആൻ ആണോ എ ആണോ എന്ന് എങ്ങനെ തീരുമാനിക്കും? യെസ്, ദാറ്റ് ഈസ് ഇഫ് ദ നൗൺ ഈസ് സിംഗുലർ ആൻഡ് ഇഫ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ വവൽ സൗണ്ട്സ് എ, ഇ, ഐ, ഒ, യു, ദെൻ യു ഹാവ് ടു യൂസ് ആൻ ബിഫോർ ഇറ്റ്. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ആർട്ടിക്കിൾ ആൻ യൂസ് ചെയ്യുന്നത്? നൗൺ സിംഗുലർ ആകുമ്പോൾ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്പെസിഫിക് അല്ലാത്ത സിറ്റുവേഷനിലാണ് ആൻ യൂസ് ചെയ്യുന്നത്. അത് കൂടാതെ എന്തായിരിക്കണം? സിംഗുലർ നൗൺ ആയിരിക്കണം. ബോത്ത് ഫോർ എ ആൻഡ് ആൻ, രണ്ടിനും സിറ്റുവേഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക്കും അല്ലാത്തതായിരിക്കണം, സ്പെസിഫൈ ചെയ്യേണ്ടാത്ത സിറ്റുവേഷൻ, ആൻഡ് ഓൾസോ സിംഗുലർ ആയിരിക്കണം. സോ സിംഗുലറിന് മുമ്പാണ് നമ്മൾ ആൻ യൂസ് ചെയ്യുന്നത്. ഇനിയും പിന്നെ ആനും എയും തമ്മിലുള്ള ഡിഫറൻസ് എവിടെയാണ് വരുന്നത്? ദാറ്റ് കംസ് ഹിയർ, ഇവിടെയാണ് വരുന്നത്. സോ വി നോ ദാറ്റ് ഇൻ ഇംഗ്ലീഷ് വി ഹാവ് 5 vowel letters. So out of the 26 letters, we have 5 vowel letters and 21 consonant letters. And the 5 vowel letters are idan 5, alle, which are they? A, E, I, O, U. And these 5 vowel letters produce 5 vowel sounds. ഈ 5 ലെറ്റേഴ്സിനും 5 സൗണ്ടാണ് ഉള്ളത്. ഈ 5 സൗണ്ടിന് മുമ്പാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? ആൻ യൂസ് ചെയ്യേണ്ടത്. അപ്പം ഈ 5 വവൽ ലെറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഏതൊക്കെയാണ്? എ എന്ന ലെറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഇസ് ആ. ഓക്കെ, സോ ഇ എന്ന ലെറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഈസ് എ.
I എന്നുള്ള ലെറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഇസ് E. O letter produces the sound O itself. And U letter produces the sound U. So basically ഈ 5 ലെറ്റേഴ്സിൻ്റെ സൗണ്ട് ആയിട്ടുള്ള A, E, O, U ഈ 5 സൗണ്ട്സിന് മുമ്പാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടത്. സോ ഇഫ് ദ നൗൺ ഇസ് സിംഗുലർ അത് സ്പെസിഫൈ ചെയ്യേണ്ട. ആൻഡ് ഇഫ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദീസ് 5 വവൽ സൗണ്ട്സ്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ പഠിച്ചു വരുമ്പോൾ ഒരുപാട് പേര് തെറ്റായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ഈ 5 വവൽ ലെറ്റേഴ്സ് എന്ന്. ഈ 5 വവൽ ലെറ്റേഴ്സ് അല്ല, ഈ 5 വവൽ ലെറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 5 വവൽ സൗണ്ട്സിന് മുമ്പാണ് നമ്മൾ ആൻ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് വി ക്യാൻ സീ. ആൻ ആപ്പിൾ. സി ദ ഫസ്റ്റ് ആപ്പിൾ എന്ന് പറയുമ്പം സിംഗുലർ ആണ്. ആൻഡ് ഫസ്റ്റ് സൗണ്ട് എന്താണ്? ആപ്പിൾ. ആ സൗണ്ടാണ്. സോ ബിഫോർ ദാറ്റ് വി യൂസ് ആൻ. അതുപോലെ അംബ്രല്ല. അംബ്രല്ല എന്നുള്ള വേർഡ് സ്റ്റാർട്ട്സ് വിത്ത് ദ സൗണ്ട് ആ, അംബ്രല്ല. സോ അതിനു മുമ്പ് ആൻ വന്നു. നൗ ഓറഞ്ച്. ആൻ ഓറഞ്ച്. ഓറഞ്ച് സ്റ്റാർട്ട്സ് വിത്ത് O. സോ അതുകൊണ്ട് ആൻ വന്നു. ആൻഡ് ആൻ എലിഫൻറ്റ്. എലിഫൻറ്റ് A സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആൻ എലിഫൻറ്റ്. സോ ഇങ്ങനെ വവൽ സൗണ്ട്സിന് മുമ്പാണ് നമ്മൾ ആൻ യൂസ് ചെയ്യുന്നത്. നൗ ലെറ്റ്സ് സീ ദ എക്സെപ്ഷൻസ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എന്താണ്? ട്രിക്കി ആയിട്ടുള്ള കുറേ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉണ്ട് നമുക്ക്. നൗ സീ ദിസ് വേർഡ് ആൻ ഓർ. അവിടെ എന്താണ്? ആർ എന്നുള്ള വേർഡ് സ്റ്റാർട്ട്സ് വിത്ത് ആക്ച്വലി എ കോൺസണൻറ്റ് അല്ലേ? ഈ 5 വവൽ ലെറ്റേഴ്സിൽ പെടാത്ത ഒരു കോൺസണൻറ്റ് ലെറ്റർ ആയിട്ടുള്ള H വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ വൈ ഡു വി യൂസ് ആൻ ബിഫോർ ആർ? ബിക്കോസ് ആറിലെ H ഇസ് ആക്ച്വലി സൈലൻറ്റ്. സോ എഴുതുമ്പോൾ നമ്മൾ H എഴുതുമെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ H പറയില്ല. H ഇസ് സൈലൻറ്റ്. സോ ഇറ്റ്സ് ആക്ച്വലി സ്റ്റാർട്ട്സ് വിത്ത് ആർ എന്നുള്ള സൗണ്ട്. അപ്പോൾ സൗണ്ട് ഏതാണ് അവിടെ ഫസ്റ്റ് വരുന്നത്? ആർ. ആ സൗണ്ട് തന്നെയാണ്. അപ്പോൾ ആ സൗണ്ട് ആയതുകൊണ്ടാണ് വി യൂസ് ആൻ ബിഫോർ ഇറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ആൻ ആർ എന്ന് പറയുന്നത്. അതുപോലെ സിമിലർ ഇസ് ഇൻ ദ കേസ് ഓഫ് ഓണസ്റ്റ് ഓർ ഓണസ്റ്റി. അവിടെയും H സൈലൻ്റ് ആണ്. സോ O എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആൻ ഓണസ്റ്റ് മാൻ ഓർ ആൻ ഓണസ്റ്റി എന്ന് നമ്മൾ പൊതുവെ പറയാറില്ല. ഓണസ്റ്റി എന്താണ്? ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള നൗൺ ആയതുകൊണ്ട്. അപ്പം അതിന് മുമ്പ് ഓണസ്റ്റ് മാൻ അല്ലെങ്കിൽ ഓണസ്റ്റ് വുമൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആൻ എന്നാണ് മുമ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനിയും അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് വേർഡിൻ്റെ കേസും. അതും ആൻ MBA. സോ M എന്നുള്ള ലെറ്ററാണ്. പക്ഷേ M എന്നുള്ള ലെറ്ററിൻ്റെ ഫസ്റ്റ് സൗണ്ട് എന്താണ്? A. M എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. A സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ അതിന് മുമ്പ് എന്ത് യൂസ് ചെയ്യും? ആൻ യൂസ് ചെയ്യും. ആൻ MBA, ആൻ MA, ആൻ MSc എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. സോ ഇതാണ് ആൻ വരുന്ന സിറ്റുവേഷൻസ്. സോ പ്ലീസ് റിമെമ്പർ ദീസ് ആർ ദ 5 സൗണ്ട്സ് A, E, O, U. ആൻഡ് ബിഫോർ ദീസ് 5 സൗണ്ട്സ് വി യൂസ് ആൻ. സിംഗുലർ ആണെങ്കിൽ ഈ സൗണ്ടിലാണ് ആ വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതുപോലെ സ്പെസിഫൈ ചെയ്യണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആൻ യൂസ് ചെയ്യും ബിഫോർ ദാറ്റ്. ഓക്കെ, ദാറ്റ് ഇസ് ദ സിറ്റുവേഷൻ ഫോർ യൂസിങ് ആൻ. നൗ ലെറ്റ്സ് സീ ദ സെക്കൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ A. ഇനി A എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് 2 സിറ്റുവേഷനും സെയിം തന്നെ. സിംഗുലർ ആണെങ്കിൽ അതുപോലെ സ്പെസിഫൈ ചെയ്യേണ്ടാത്തപ്പോൾ. അപ്പം ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ 5 വവൽ സൗണ്ട്സ് ഒഴിച്ചുള്ള ബാക്കി 21 കോൺസണൻറ്റ് സൗണ്ട്സ് വി ഹാവ് ഇൻ ഇംഗ്ലീഷ്. വിത്ത് ദാറ്റ് 21 കോൺസണൻറ്റ് സൗണ്ട്സ് ബിഫോർ ദാറ്റ് വി യൂസ് A ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? എ ബുക്ക്, എ ക്യാറ്റ്. എ ബുക്ക് എന്ന് പറയുമ്പോൾ ബുക്ക് ബ സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ A. അതുപോലെ എ ക്യാറ്റ്, ക്യാറ്റ് ക സൗണ്ടാണ്. സോ എ ക്യാറ്റ്. നൗ ഇവിടെ അതുകൊണ്ട് എക്സെപ്ഷൻസ് വരുന്നുണ്ട്. നൗ ലെറ്റ്സ് സീ. എ യൂണിവേഴ്സിറ്റി. വൈ ഡു വി യൂസ് എ യൂണിവേഴ്സിറ്റി? യൂണിവേഴ്സിറ്റി എന്നുള്ള വേർഡ് സ്റ്റാർട്ട്സ് വിത്ത് ദ വവൽ ലെറ്റർ U. പക്ഷേ അവിടുത്തെ സൗണ്ട് എന്താണ്? യൂണിവേഴ്സിറ്റി എന്ന വേർഡിൻ്റെ സൗണ്ട് ഇസ് U. യൂണിവേഴ്സിറ്റി U സൗണ്ടാണ് അവിടെ വരുന്നത്. U, യാ സൗണ്ട് എന്ന് പറയുന്നത് ഒരു കോൺസണൻറ്റ് സൗണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളത് ആൻ യൂണിവേഴ്സിറ്റി എന്ന് പറയാതെ A യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. മുമ്പേ കണ്ടതിൻ്റെ നേരെ റിവേഴ്സ് സിറ്റുവേഷൻ. അതുപോലെ തന്നെ സിമിലർ ഇസ് ഇൻ ദ കേസ് ഓഫ് യൂറോ. യൂറോ ഈവൻ ദോ ദ വേർഡ് സ്റ്റാർട്ട്സ് വിത്ത് ദ ലെറ്റർ E, സൗണ്ട് എന്താണ്? U ആണ്. യൂറോ. സോ സൗണ്ട് തന്നെയാണ് അവിടെയും. സോ വി യൂസ് A യൂറോ. ഓക്കെ, സോ ഇതാണ്
A use ചെയ്യേണ്ട situation for the 21 consonant sounds. Before the 21 consonant sounds, we use A. A എന്നുള്ള ആർട്ടിക്കിളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, സിംഗിളും സ്പെസിഫൈ ചെയ്യേണ്ടാത്തതും ആകുമ്പോൾ. ഓക്കെ, സോ ഇത് രണ്ടുമാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എ ആൻഡ് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ്. ഇനി ലെറ്റ്സ് സീ ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ. ഓക്കെ, ഇനിയും സ്പെസിഫൈ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ, ഇപ്പോൾ സ്പെസിഫൈ ചെയ്യേണ്ടാത്ത സിംഗുലറിൻ്റെ കോൺസണൻറ്റ് ആൻഡ് വവൽ സിറ്റുവേഷൻസ് കണ്ടു. ഇനിയും തിരിച്ച് ഇനി ഇത് സ്പെസിഫൈ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ആർട്ടിക്കിളാണ് ദ. അപ്പം എപ്പോഴൊക്കെയാണ് നമ്മൾ ദ യൂസ് ചെയ്യേണ്ടത്? ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ഈസ് യൂസ് ടു ഡിറ്റർമൈൻ സംതിങ് ദാറ്റ് ഇസ് സ്പെസിഫിക് ഓർ പെർട്ടിക്കുലർ. എന്തെങ്കിലും സ്പെസിഫൈ ചെയ്യേണ്ടപ്പോൾ നമ്മൾ ദ യൂസ് ചെയ്യണം. ആൻഡ് ബിഫോർ സൂപ്പർലേറ്റീവ് ഡിഗ്രി, അതുപോലെ ഇംഗ്ലീഷിൽ വി ഹാവ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, റൈറ്റ്? വി ഹാവ് സൂപ്പർലേറ്റീവ്, കമ്പാരിറ്റീവ്, അങ്ങനത്തെ ഡിഗ്രീസ് ഉണ്ട്. അതിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രീസിന് മുമ്പ് നമ്മൾ ദ യൂസ് ചെയ്യണം. ദ ബെസ്റ്റ്, ദ പ്രെറ്റിയസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ ഇഫ് എ നൗൺ ഗെറ്റ്സ് റിപ്പീറ്റഡ് ദെൻ ബിഫോർ ദാറ്റ്. അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു നൗണിനെ റിപ്പീറ്റ് ചെയ്ത് രണ്ടാമത് ആ നൗണിനെ കുറിച്ച് പറയുമ്പം രണ്ടാമത് നമ്മൾ പറയുന്ന സിറ്റുവേഷനിൽ വി ഷുഡ് യൂസ് ദ. ഓക്കെ, അതുകൊണ്ടാണ് സ്പെസിഫൈ ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് നമ്മൾ പറയുന്നത്. നൗ ലെറ്റ്സ് സീ എക്സാമ്പിൾസ്. അതുപോലെ തന്നെ പ്ലൂറൽ, എല്ലാ പ്ലൂറലിൻ്റെ മുമ്പിൽ ദ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നില്ല, അത് സ്പെസിഫൈ ചെയ്യേണ്ടപ്പോൾ നമ്മൾ ദ യൂസ് ചെയ്യും. അതുപോലെ കളക്റ്റീവ് നൗൺസിന് മുമ്പും സ്പെസിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ദ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ അതർ എക്സാമ്പിൾസ്. ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. ഇവിടെ എന്താണ് പ്രത്യേകത? ദ സൺ സ്പെസിഫിക് ആണ്. സൺ എന്ന് പറയുന്നത് ഏതോ ഒരു സണ്ണില്ല, ഒരു സണ്ണേ ഉള്ളൂ. സോ ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക് അല്ലേ, അതുകൊണ്ടാണ് ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. ദ ഡയറക്ഷൻ വെസ്റ്റ് ഇസ് ഓൺലി വൺ, ഒറ്റ ഡയറക്ഷനേ ഉള്ളൂ വെസ്റ്റ് എന്നുള്ളത്, അതുകൊണ്ട് ദ വെസ്റ്റ്. ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ് ഓർ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അവിടെ സ്പെസിഫൈ ചെയ്തു, ദ വന്നു. Now, I saw a dog. The dog was barking. See that sentence? First, നമ്മൾ ഡോഗിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ we said I saw a dog. ഞാൻ ഒരു ഡോഗിനെ കണ്ടു. ഓക്കെ, അപ്പോൾ അവിടെ എ യൂസ് ചെയ്താൽ മതി, അവിടെ സ്പെസിഫൈ ചെയ്യേണ്ട. ആൻഡ് കോൺസണൻറ്റ് ലെറ്റർ ആണ്, സോ എ ഡോഗ്. നൗ എഗെയിൻ വെൻ യു സ്പീക്ക് അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ ഡോഗ്, അതിനെക്കുറിച്ച് തന്നെ വീണ്ടും പറയുമ്പം സ്പെസിഫൈ ചെയ്യണം. സോ ദ ഡോഗ് വാസ് ബാർക്കിംഗ്, ആ ഡോഗ് was barking. സോ അവിടെ രണ്ടാമത് യൂസ് ചെയ്തപ്പോൾ നമ്മൾ ദ യൂസ് ചെയ്തു. നൗ അടുത്ത എക്സാമ്പിൾ, ദിസ് ഇസ് എ വേൾഡ്സ് ലോങ്സ്റ്റ് റിവർ. സോ അവിടെ എന്താണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്, ലോങ്സ്റ്റ് എന്നുള്ള വന്നു. സോ ലോങ്സ്റ്റിന് മുമ്പ് എന്ത് യൂസ് ചെയ്തു? ദ യൂസ് ചെയ്തു. സോ ദീസ് ആർ ദ സിറ്റുവേഷൻസ് വെയർ വി യൂസ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ. സോ ഇഫ് ഇറ്റ് ഇസ് സൂപ്പർലേറ്റീവ് ഡിഗ്രി, അതുപോലെ സ്പെസിഫൈ ചെയ്യണം, അതുപോലെ റിപ്പീറ്റഡ് ആവും. ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിലാണ്. വെദർ ഇറ്റ് ബി കോൺസണൻറ്റ് ഓർ വവൽ സൗണ്ട്സ്, മുമ്പത്തെ പോലത്തെ ഒരു എക്സെപ്ഷൻ ഇവിടെ ഇല്ല. കോൺസണൻ്റ് ആണെങ്കിലും വവൽ ആണെങ്കിലും ഏതാണെങ്കിലും സിറ്റുവേഷൻസ് ഇതാണെങ്കിൽ നമ്മൾ ദ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ സിംപ്ലസ്റ്റ് വേ ടു റിമെമ്പർ ഹൗ ടു യൂസ് ഓർ വെൻ ടു യൂസ് എ ആൻഡ് ദ. നൗ യു ഹാവ് എ സ്മോൾ ടാസ്ക്. വി ഹാവ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ഫോർ യു. So you can try answering these simple questions and put in the comment box. I'll give the answers in the comment box. അപ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി try to do the articles and try to do the questions properly. Okay, yes, that's it for today. Keep watching. Thank you.